യൂട്യൂബ് ചാനൽ ലയാ ഹിയർ. അപ്പം ഇന്നൊരു ഇതുവരെ കിട്ടില്ലാത്ത രീതിക്കുള്ള വീഡിയോ ആണ്. ഇത് കാണുമ്പോൾ നിങ്ങളോർക്കും എനിക്ക് കണ്ടന്റിന് എന്തോ പഞ്ഞുണ്ടെന്ന്. യെസ് ഗൈസ്, എനിക്ക് കണ്ടന്റിന് പഞ്ഞുണ്ട്. അതെ, കണ്ടന്റിന് പഞ്ഞൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷെ എനിക്ക് ഇങ്ങനെ ഒരു കണ്ടന്റ് ഇടണമെന്ന് തോന്നിയിട്ടാണ്. സോ കണ്ടന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്മർ റീക്യാപ്പ്. സമ്മറിന് ഞാൻ ആക്ച്വലി ഉള്ളത് ഇപ്പം ജൂണായി. നേരത്തെ ഉണ്ടായിരുന്ന മാർച്ച് ഏപ്രിൽ മെയ് ആണ് എൻ്റെ സമ്മറായിട്ട് ഞാൻ കണക്കൂട്ടി റീക്യാപ്പ് ചെയ്യുന്നത്. ഈ 3 മാസങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനല് തുടങ്ങിയിട്ടുണ്ടായിട്ടുള്ള 3 മാസങ്ങളാണ്. സോ എല്ലാം നമ്മുടെ യൂട്യൂബ് വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. സ്റ്റിൽ യൂട്യൂബിൽ ഇടാത്തതുമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. സോ അതിനെയൊക്കെ പറ്റി പറയാനായിട്ടാണ് ഇന്നത്തെ വീഡിയോ. സോ ഫസ്റ്റ് ഓഫ് ഓൾ മാർച്ച് എന്ന് പറയുമ്പോൾ മാർച്ചിൽ എനിക്ക് തോന്നുന്നു ഞാൻ അത്യാവശ്യം കണ്ടന്റുകളും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടായിരുന്നു. കാരണം തുടങ്ങിയതിൻ്റെ ആവശ്യം എൻ്റെ എക്സാം സമയമായിരുന്നിട്ട് കൂടെ ഞാൻ കണ്ടന്റ് ഇടുന്നുണ്ടായിരുന്നു. കൃത്യമായിട്ട് ഷോർട്സ് ആണെങ്കിലും വീഡിയോകളായിരുന്നെങ്കിലും അന്നേരമൊക്കെ നമുക്ക് തുടക്കത്തിൽ കുറേ അതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. എൻ്റെ കുറേ കാലത്തെ ആഗ്രഹമാണ്. ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ തൊട്ട് നമ്മൾ ആലോചിച്ചിട്ടുള്ള പല കണ്ടന്റുകളൊക്കെ അപ്പം ഇട്ടു. അങ്ങനെ മാർച്ച് 1 തന്നെയായിരുന്നു തോന്നുന്നു എൻ്റെ ഈ പ്രാവശ്യത്തെ പരീക്ഷ തുടങ്ങി 23-നാണ് തീർന്നത്. അതിനിടയ്ക്ക് ഞാൻ പല കണ്ടന്റ് ഇടുന്നുണ്ടായിരുന്നു. അതിൽ ഒരു കണ്ടന്റ് ദിസ് വീഡിയോ, ഇത് നിങ്ങളെല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. അതായത് എനിക്ക് തോന്നുന്നു ആ ഒരു വീഡിയോ കണ്ടിട്ട് എനിക്ക് കുറേ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട്. കുറേ പേര് എന്നോട് സംസാരിക്കുമ്പോഴും പറയുമ്പോഴും ഒക്കെ പറയുന്നത് ആ വീഡിയോ അടിപൊളിയായിരുന്നു, നല്ല കണ്ടന്റ് ആയിരുന്നു. അത് ആക്ച്വലി എൻ്റെ തലേന്ന് പൊട്ടിമുളച്ച കണ്ടന്റ് അല്ല, ഞാൻ ആ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് താഴത്ത് വന്നിട്ടുണ്ടായിരുന്ന ഒരു കമൻറ്റ്, ഒരു കുട്ടിയുടെ കമൻറ്റ് കണ്ടിട്ട് ഞാൻ ഇട്ടതാണ്. സോ അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഞാൻ വിചാരിച്ച് ഞാൻ സംസാരിച്ച് കുളമാക്കി കാണുമെന്ന്, പക്ഷെ എല്ലാവരും പറഞ്ഞതില്ല, ഞാൻ കറക്റ്റ് രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു. ആ ഒരു കണ്ടന്റിൻ്റെ ബാലൻസ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് എനിക്കുണ്ട്, അല്ലെങ്കിൽ അതുപോലത്തെ കണ്ടന്റുകൾ ചെയ്യണമെന്ന് എനിക്കുണ്ട്. സോ നിങ്ങളതിന് എനിക്ക് കുറച്ച് ഐഡിയ പറഞ്ഞു തരൂ. അപ്പോൾ നിങ്ങൾ എനിക്ക് അതുപോലത്തെ കുറച്ച് കണ്ടന്റ് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഞാൻ ഇടുന്നതായിരിക്കും. എനിക്കിപ്പോൾ ഒരു പരിപാടിയില്ല. ഞാൻ ഒരു ജൂലൈ ഓഗസ്റ്റൊക്കെ ആകുമായിരിക്കും ഞാൻ ഇനി കോളേജിലൊക്കെ പോയി തുടങ്ങാൻ. സോ അതുവരെ ഞാൻ ഈ ഒരു മാസം ഫുൾ ഫ്രീ ആണ്. എനിക്ക് കണ്ടന്റ് ഐഡിയസ് പറഞ്ഞു തരും, ഞാൻ ചെയ്യും. ഏപ്രിൽ 23 എൻ്റെ എക്സാം തീർന്നിട്ട് പിറ്റേന്ന് തന്നെ, എക്സാമിൻ്റെ അന്ന് തന്നെ നമ്മൾ ഉത്തരക്കൂട്ടൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി എൻ്റെ സ്വന്തം ക്ലാസ് ടീച്ചറായ ജെഡിച്ചിൻ്റെ വീട്ടിലേക്ക് നമ്മൾ പോയി. അതിൻ്റെ വീഡിയോയും കാര്യങ്ങളും ഒക്കെ വ്ലോഗായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ പോയി കാണും. ഇതാണ് ആ വീഡിയോ. ഞാൻ ഈ ഒരു വീഡിയോക്കകത്ത് മെൻഷൻ ചെയ്ത എല്ലാ വീഡിയോയുടെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എല്ലാവരും പോയി കാണുക. ഓക്കെ, അങ്ങനെ നമ്മൾ ഉത്തരയുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പോയി. ശരിക്കും അടിപൊളിയായിരുന്നു. നേരെ മോനു പറഞ്ഞു ബീച്ചിൽ പോവാം. ഞങ്ങൾ നേരെ വണ്ടി തിരിച്ച് ഞങ്ങൾ നേരെ ബീച്ചിൽ പോയി. അങ്ങനെ എന്താ പറയുക, പെട്ടെന്നുള്ള തീരുമാനങ്ങളൊന്നും എൻ്റെ വീട്ടിൽ നിന്ന് പെട്ടെന്ന് നടക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ഇപ്പം ഞാൻ സമ്മതിച്ച് അമ്മ സമ്മതിച്ച് അച്ഛൻ സമ്മതിച്ച് അങ്ങനെ ഒരു പെട്ടെന്നുണ്ടായിരുന്ന ഒരു തീരുമാനം. രസമായിരുന്നു. നൈറ്റ് നമ്മൾ കുറച്ച് വരുമ്പോൾ ബീച്ചിലൊക്കെ സ്പെൻഡ് ചെയ്തു, തിരിച്ചു വന്നു. നമ്മൾ സിനിമ കാണണമെന്ന് പറഞ്ഞിരിക്കും. ആ സിനിമ കാണുന്നതൊന്നും എനിക്കങ്ങനെ കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ തുടക്കമായത് കാരണം എന്താ പറയുക, ഞാൻ എൻ്റെ ഈ ഫോണിൽ തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് എല്ലാം ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റാറില്ല, ടു ബി ഓണസ്റ്റ്. മോസ്റ്റ് ഓഫ് ദ ടൈമിൽ നിങ്ങൾ കാണുന്ന വ്ളോഗിലൊക്കെയുള്ള ചില രസകരമായ കാര്യങ്ങളൊന്നും എനിക്ക് ഇടാൻ പറ്റാതെ വരാറുണ്ട്. പിറ്റേ ദിവസം ഹോളി ആഘോഷിച്ചു. ഇറ്റ് വാസ് ലൈക്ക് ദ ബെസ്റ്റ് തിങ്. ആ ഒരു വ്ളോഗിൽ ഉണ്ടായിരുന്നതിൽ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം അതായിരുന്നു. കാരണം ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ ഹോളി ആഘോഷിച്ചിട്ടില്ല. എങ്ങനെ ആഘോഷിക്കണം എന്തോ ഒന്നും പിടിയില്ല. നമ്മൾ ചുമ്മാ അങ്ങോട്ട് കളർ വാരി എറിയാം, വെള്ളം കോരി എറിയാം, ചുമ്മാ ഒരു വർത്താനം പറയാം, പാട്ടിട്ട് തുള്ളുക, ഇതൊക്കെ തന്നെയായിരുന്നു. കളർ ഒഴിച്ച് കളയാൻ നമ്മൾ നല്ല പാട് പെട്ടു. 2 ദിവസം കുളിച്ചിട്ടാണ് മൊത്തം നമ്മൾ പോയത്. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം പുറത്ത് പോയി സ്പെൻഡ് ചെയ്തു. അങ്ങനെ അത് രസമായിരുന്നു. ആ വ്ളോഗ് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും. ഗോ വാച്ച്. പിന്നെ അങ്ങോട്ട് എനിക്ക് അതിൻ്റെ നെക്സ്റ്റ് വീക്ക് തന്നെ എനിക്ക് കോച്ചിങ് തുടങ്ങിയിരുന്നു. അതായത് ഞാനിപ്പം നിഫ്റ്റ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയുടെ എൻട്രൻസ് എഴുതിയിട്ട് നിൽക്കുക ആയിരുന്നു. അപ്പോൾ ഇപ്പോഴും അതെ, അഡ്മിഷൻ ആയിട്ടില്ല, എൻട്രൻസ് എഴുതിയിട്ട് നിൽക്കായിരുന്നു.
അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് റൗണ്ട് ഞാൻ ക്വാളിഫൈ, അതിൻ്റെ സെക്കൻഡ് റൗണ്ടിലേക്കുള്ള കോച്ചിങ് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ കുറേ ഡേ ഇൻ മൈ ലൈഫ് സീരീസും ഉണ്ട്. അതിൻ്റെ ഫസ്റ്റ് സീരീസ് വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇട്ടേക്കാം. നിങ്ങൾ തന്നെ എൻ്റെ ചാനലിൽ ഇപ്പോൾ തപ്പിപ്പിടിച്ച് കഴിഞ്ഞാൽ എല്ലാ വീഡിയോസും കിട്ടും, അതെല്ലാം കാണുക. അങ്ങനെ അതായിരുന്നു എൻ്റെ മാർച്ച് മാസം എക്സാം, ഉത്തരയുടെ ബർത്ത്ഡേ കോച്ചിങ്ങിന് പോയ കാലങ്ങളും രസമായിരുന്നു. കാരണം എൻ്റെ 3 ഫ്രണ്ട്സ് ഉണ്ട്, അതുങ്ങളൊക്കെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം ആ വീഡിയോ സീരീസിലുണ്ട്. എല്ലാവരും പോയത് കാണുക. രസമായിരുന്നു. നമ്മളെല്ലാവരും കൂടി ഓരോന്ന് ഉണ്ടാക്കാൻ ശ്രമിക്കുക. ചിലപ്പോൾ ഫ്ലോപ്പായി പോവുക, ചിലപ്പോൾ റെഡിയാകുക, മാമിൻ്റെ കയ്യിൽ നിന്ന് കുറേ ഉപദേശം കിട്ടുക, അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇടയ്ക്ക് ലുലുവിൽ കറങ്ങാൻ പോവുക, ഇതൊക്കെ തന്നെ. പിന്നെ ഏപ്രിലും ആദ്യമൊക്കെ തന്നെ എനിക്ക് കോച്ചിങ്ങുകൾ തന്നെയായിരുന്നു. ആദ്യത്തെ ഒരു ഫസ്റ്റ് വീക്ക് ഫുൾ. അത് കഴിഞ്ഞ് നമ്മൾ ദെൻ വെൻ ടു അഹമ്മദാബാദ് പോയി. അതും ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ഇതുവരെ പോയിട്ടില്ലാത്തൊരു സ്ഥലം, അങ്ങനെ നമ്മളിതുവരെ അങ്ങനെ കറങ്ങാൻ പോയിട്ടില്ലാത്ത ആൾക്കാരും കൂടെ, സ്ഥലം, ഒരു കോളേജ്. അവിടെ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഇനി ഒരു ഫ്യൂ മന്ത്സ് കഴിഞ്ഞുണ്ടാവുന്ന ഞാൻ എന്നുള്ള സാധനം. അവിടുത്തെ കോളേജിൽ പോയിട്ട് അവിടെ പിള്ളേരൊക്കെ വർക്ക് ചെയ്യുന്നത് കാണാമായിരുന്നു. ഫ്യൂ മന്ത്സ് ഞാൻ ഇങ്ങനെ ആയിരിക്കില്ലേ, ഇങ്ങനെയൊക്കെ ആയിരിക്കും. അങ്ങനെ നമ്മൾ അഹമ്മദാബാദിൽ നിന്ന് തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് നമ്മളൊരു ദിവസം ലുലുവിൽ കറങ്ങാൻ പോയി. നമ്മൾ 3 പേരും കൂടെ തന്നെ, നമ്മൾ കുറേ കാലമായിട്ട് പ്ലാൻ ചെയ്തായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഉത്തര ഞാനും ഗൗരിയും കൂടെ തന്നെ പോയി. പക്ഷേ എനിക്ക് തിരിച്ചു വന്നപ്പോൾ നല്ല പനിയായി. നല്ല പനി എന്ന് പറഞ്ഞാൽ നല്ല പനി. എനിക്കൊരു ബോധം ഉണ്ടായിരുന്നില്ല. ഇത് കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് ഡേ തന്നെ എൻ്റെ ലുലു പോയി. നെക്സ്റ്റ് ഡേ പനി. നെക്സ്റ്റ് ഡേ നമ്മൾ കണ്ണൂർ പോവാണ് നിഫ്റ്റിൻ്റെ സിറ്റുവേഷൻ ടെസ്റ്റ് എഴുതാൻ വേണ്ടിയിട്ട്. നിഫ്റ്റിന് 3 കാര്യങ്ങൾ 3 ഗാറ്റ് സിറ്റുവേഷൻ ടെസ്റ്റ്. അതിൽ 3 എണ്ണത്തിൽ എനിക്ക് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റിയ സിറ്റുവേഷൻ ടെസ്റ്റ് ആയിരുന്നു. അത് നമ്മൾ കണ്ണൂരിൽ നിന്ന് തിരിച്ചു വന്നു. നമ്മൾ വിഷു നേരെ പോയി ആഘോഷിച്ചത് എൻ്റെ അമ്മ വീട്ടിലായിരുന്നു. മാമൻ വിഷുവിന് എല്ലാവരും സദ്യയൊക്കെ കഴിച്ചപ്പോൾ മാമ ഞങ്ങൾക്ക് ബിരിയാണി ഉണ്ടാക്കി തന്നു. അങ്ങനെ അതായിരുന്നു എൻ്റെ വിഷു വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ സാധാരണ പടക്കമൊക്കെ പൊട്ടെനിക്ക് ആഘോഷിക്കുന്നതായിരുന്നു. പക്ഷെ തലേ ദിവസമാണ് ഞാൻ കണ്ണൂരിൽ നിന്ന് എത്തിയത്. പിറ്റേ ദിവസം നേരെ അമ്മ വീട്ടിൽ പോയി. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ എൻ്റെ ഫ്രണ്ടിൻ്റെ ചേച്ചിയുടെ മാരേജ് ഉണ്ടായിരുന്നു. അതിന് പോയി ഞാൻ. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ചേച്ചിയുടെ മാരേജ് ആയിരുന്നു. അതിൻ്റെ ഒരു വ്ലോഗ് ഞാൻ എടുത്തിരുന്നു. പക്ഷെ അതിന് കുറച്ച് വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ചില വീഡിയോസ് എൻ്റെ ഇത് കാണുന്നില്ല. ഞാൻ തന്നെ അറിയാതെ മണ്ടത്തെടുത്ത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞെന്ന് തോന്നുന്നു. കുറച്ച് വീഡിയോ കണ്ടില്ല. അങ്ങനെ എനിക്കത് ഇടാൻ പറ്റിയില്ല. അതെനിക്ക് വിഷമമുണ്ട്. ഇറ്റ് വാസ് എ ഗുഡ് എക്സ്പീരിയൻസ്. ഞങ്ങൾ ഓൺലൈൻ ഫ്രണ്ട്സാണ്. ഞങ്ങളിങ്ങനെ വിളിച്ച് പറഞ്ഞ് കേട്ട് പരിചയമുള്ള ആൾക്കാരെയൊക്കെ എനിക്ക് നേരിട്ട് കാണാൻ പറ്റി. അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ അവിടുന്ന് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇനി ഫ്രീ ആയി. ഇനി എങ്ങനെ ചെയ്യണമെന്ന് പ്ലാൻ ഇല്ല. അല്ലാതെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പക്ഷെ ഇന്ന് ചെയ്യണം അങ്ങനെ പ്ലാൻസും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ വെറുതെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു 2 ദിവസം ഞാൻ റെസ്റ്റ് എടുത്തു. കാരണം ഐ നീഡഡ്. കുറേ ദിവസത്തെ ട്രിപ്പും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഞാൻ അങ്ങനെ 2 ദിവസം റെസ്റ്റ് എടുത്തു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയി ജിമ്മിൽ ചേർന്നു ഗൈസ്. ജിമ്മിലെ വീഡിയോകളൊന്നുമില്ല, ഞാൻ ഇതിനോട് ആഡ് ചെയ്യുന്നില്ല. കാരണം ഞാനിപ്പം ഒരു ബിഗിനറാണ്. അല്ലെങ്കിൽ തന്നെ ഞാൻ പോകുന്നതിന് മുമ്പ് കുറേ പേരെന്നോട് ലൈക്ക് നീ ഇങ്ങനെ വീട്ടിൽ ഇരിക്കല്ലേ, ജിമ്മിൽ ഫിറ്റായെന്നൊക്കെ പറഞ്ഞു. പോയി തുടങ്ങിയപ്പോഴേക്കും നമ്മളെ കളിയാക്കുന്ന കുറേ പേരുണ്ട്. അപ്പം നമ്മൾ ഈ ബിഗിനറായിട്ടും കൂടെ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്ന കളിയാക്കൽ ഞാൻ പറയണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ ഓർത്തു എന്തെങ്കിലുമൊക്കെ കുറച്ച് പഠിച്ചൊന്നും നമുക്ക് ലൈക്ക് ഒന്നൊരു ഇതായിട്ട് എന്തെങ്കിലും ജിമ്മിൽ പോകുന്ന ഷോർട്സോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് തുടങ്ങാമെന്ന് ഞാൻ ഓർത്തു. അങ്ങനെ അതായിരുന്നു എൻ്റെ ഏപ്രിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത്രയായിരുന്നു. ഏപ്രിൽ കുറച്ച് ബിസി മന്തായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്ന എൻ്റെ മെയിൻ തീരുമാനം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാതിരിക്കുക. ഇതായിരുന്നു എൻ്റെ മെയിൻ തീരുമാനം. ഒന്നും ചെയ്യുന്നു. കാരണം +1 +2 എന്ന് പറഞ്ഞത് എൻ്റെ ലൈക്ക് ഇത്രയും കാലമുള്ള എൻ്റെ ഈ 17 വർഷത്തിൽ എൻ്റെ 2 ബിസി ലൈഫുകളായിരുന്നു. അത് ട്യൂഷൻ കോച്ചിങ് വീട് സ്കൂള് ഇതൊക്കെ തന്നെ ആയിരുന്നു എൻ്റെ ഡെയിലി ലൈഫ് ഉണ്ടായിരുന്നത്. സോ അപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി കുറച്ച് നേരം കൂടെ എനിക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യണമെന്നുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വെറുതെ ഇരുന്നു. ഞാൻ യൂട്യൂബിലും വീഡിയോ എടുത്തില്ല, ഒന്നും ചെയ്തില്ല. ഞാൻ വെറുതെ ഇരുന്നു. അങ്ങനെയാണ് എനിക്ക് കണ്ടന്റ് കുറച്ച് ലാഗ് വന്നത്. ഐ എം വെരി സോറി ഫോർ ദാറ്റ്. എൻ്റെ വ്യൂവേഴ്സിനോട് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ഇടയ്ക്ക് മീറ്റ് ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് വിളിക്കും, അങ്ങനെ അപ്ഡേറ്റ്സ് ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അല്ലാതെ ഞാൻ എല്ലാവരുടെയും കോൺടാക്ട് ചെയ്ത് വീട്ടിൽ പോയിട്ടിരിക്കും എല്ലായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ വെറുതെ ഇരുന്ന് ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയത് എനിക്ക് തോന്നുന്നു മെയ് 7. അതെ, എൻ്റെ ചേച്ചിയുടെ ബർത്ത്ഡേ ആയിരുന്നു. പക്ഷെ അവളിവിടെ ഉണ്ടായിരുന്നില്ല. അവളും മണാലിയിൽ ഗേൾസ് ട്രിപ്പ് പോയേക്ക്. ഞാനും പോകും ഗൈസ്. ഒരു കാലത്ത് അമ്മച്ചി വിടുമ്പം എനിക്ക് പോകാൻ കൂട്ടുകാരുണ്ടാവുന്ന കാലം. ഐ മീൻ കൂട്ടുകാരുണ്ട്, അവരുടെ വീട്ടിൽ സമ്മതിക്കണം. എന്താ പറയുക, മേക്കിംഗ് ഇറ്റ് ഔട്ട് ഓഫ്
10th ഗ്രൂപ്പ് ചാറ്റ് ഈസ് സോ ഡിഫിക്കൽട്ട്. അതിന് മെയ് 7 നമ്മൾ പോയത് എൻ്റെ 10ലെ കൂട്ടുകാരെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അവരെ ഞാൻ കുറേ കാലമായി മീറ്റ് ചെയ്തിട്ട്. ഞാൻ എന്തോ ഡിസംബറിൽ എന്താണ് ലാസ്റ്റായിട്ട് അവരെല്ലാവരും കാണുന്നത്. സോ ഒന്നുകൂടെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോയതാണ്. രസമായിരുന്നു. നമ്മൾ വീണ്ടും ഗാർഡൻ കഫേ ആയിട്ട് തന്നെയാണ് പോയത്. അതിന് ഇടയ്ക്കിടയ്ക്ക് പിന്നെ അവിടെ പോയെന്ന് തോന്നുന്നു. എനിക്ക് ആ ഒരു വൈബ് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് സംസാരിക്കാനൊക്കെ പോയിരിക്കാൻ പറ്റിയൊരു പ്ലേസാണ്. ബീച്ചിന് അങ്ങോട്ടൊക്കെ കുറച്ച് പോയി. അങ്ങനെ എന്തൊക്കെയോ മണ്ടത്തരം കാണിച്ച് നമ്മൾ യൂഷ്വൽ മീറ്റപ്പ് അങ്ങനെ അതൊക്കെയായിരുന്നു. അങ്ങനെ അവരെല്ലാവരും കണ്ടതിൽ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം കുറേ കാലമായി ഐ മിസ്ഡ്. പിന്നെ മെയ് 7 കഴിഞ്ഞ് ഞാൻ ഫുൾ വീട്ടിൽ തന്നെ ആയിരുന്നു. വീണ്ടും ജിമ്മിൽ പോവുക, വീട്ടിൽ വരിക, ജിമ്മിൽ. ഇത് തന്നെ എനിക്ക് പരിപാടി. അങ്ങനെ നമ്മുടെ ഗൗരിക്കുട്ടൻ്റെ ബർത്ത്ഡേ വന്നു. അങ്ങനെ ഗൗരിക്കുട്ടൻ്റെ ബർത്ത്ഡേക്ക് നമ്മൾ ഗൗരിക്ക് സർപ്രൈസ് കൊടുത്തു. ഒരു സർപ്രൈസ് എങ്കിലും വർക്ക് ചെയ്തു ഗൈസ്. നമ്മൾ ഓർത്തത് ചീറ്റി പോകുമെന്നായിരുന്നു. പക്ഷെ ഗൗരിയുടെ സർപ്രൈസ്, ഗൗരി ഒരു മണ്ടനായതുകൊണ്ട് വിജയിച്ചിരിക്കുന്നു. അങ്ങനെ ഗൗരിയുടെ ബർത്ത്ഡേ അടിപൊളിയായിരുന്നു. നമ്മൾ കുളത്തിൽ പോയി കുളിച്ചു. അതിൻ്റെ പല പല സീനുകളും എനിക്കിവിടെ ഇടാൻ പറ്റത്തില്ല. അത് ഭയങ്കര പ്രൈവറ്റ് ആയിട്ടുണ്ടായിരുന്ന ഒരു സ്പേസ് ആയിരുന്നു. അത് കാരണം തന്നെ നമ്മൾ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മച്ചി സമ്മതിക്കാൻ പോകുന്നില്ല അങ്ങനെ കുളിക്കാൻ. സോ അത് കാരണം ഞാൻ അവിടെ പോയി മാക്സിമം എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞ് ബീച്ചിൽ പോയി. അതായത് അടിപൊളി പാട്ട്, ഒരു റീലിൽ ഭയങ്കര റീച്ചൊക്കെ കിട്ടി. എന്തുകൊണ്ടും അടിപൊളിയായിരുന്നു. ആ ബീച്ചിൽ പോയത് ഒരു നഷ്ടം ഉണ്ടായിരുന്നില്ല. കുറേ നേരം എൻജോയ് ചെയ്തു. അന്ധകാരനഴി ബീച്ച് എനിക്ക് മനസ്സിലായി. നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പോകേണ്ട ബീച്ചാണെങ്കിൽ ചൂസ് അന്ധകാരനഴി ബീച്ച്, ആലപ്പുഴക്കാരാണെങ്കിൽ. കാരണം രസം, അവിടെ ആൾക്കാരും ഇല്ല. ബീച്ച് നല്ല രസമുണ്ടായിരുന്നു. എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ അത് ഞാൻ പുറത്തിറങ്ങിയത് വണ്ടർല ട്രിപ്പ്. ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വണ്ടർലയിൽ നമുക്ക് വേണമെങ്കിൽ വ്ളോഗ് എടുക്കായിരുന്നു. പക്ഷേ ഞാൻ വ്ളോഗിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ എനിക്ക് എന്താണ് എൻ്റെ എൻജോയ്മെൻറ്റ് കുറഞ്ഞു പോകുമെന്ന് എനിക്ക് തോന്നി. പിന്നെ റിസ്ക്കുമാണ് കുറച്ച്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞില്ല, ഫോണിൽ തന്നെ എടുക്കുന്നത്. അപ്പം സോ വണ്ടർലയിൽ പോയത് രസമായിരുന്നു. ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് വണ്ടർലയിൽ പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ എനിക്ക് അധികം വാട്ടർ റൈഡ്സ് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര തിരക്കായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം പറ്റി. റെയിൻ ഡിസ്കോ ഒക്കെ നമ്മൾ 2 വട്ടം പോയി, പൂളിലാണെങ്കിലും. സോ അടിപൊളിയായിരുന്നു വണ്ടർലയിൽ പോയത്. എൻ്റെ മെയ് മാസത്തിലെ ഏറ്റവും അടിപൊളിയായിട്ടുണ്ടായിരുന്ന കാര്യമായിരുന്നു ആ വണ്ടർല ട്രിപ്പ്. പിന്നെ ഞാൻ മെയ് മാസം പുറത്തിറങ്ങിയിട്ടുള്ള ഒരാഴ്ച. കാരണം വണ്ടർല ഓവർ എൻജോയ്മെൻറ്റ് കഴിയുമ്പോൾ നമുക്കൊരു പണിയും കിട്ടുമെന്ന് പറയുന്ന തൊട്ട് വണ്ടർലയിൽ പോയിട്ട് വന്നു കഴിഞ്ഞപ്പം എനിക്ക് ശ്വാസം മുട്ടലായിരുന്നു. നല്ല ശ്വാസം മുട്ടലായിരുന്ന കാരണം തന്നെ അമ്മച്ചി എന്നെ ഇങ്ങോട്ടും വിട്ടില്ല, ജിമ്മിൽ പോലും വിട്ടില്ല. നമ്മൾ ഒരാഴ്ച കംപ്ലീറ്റ് റെസ്റ്റ് ആയിരുന്നു വീട്ടിൽ. അത് കഴിഞ്ഞ് ഫുൾ റിക്കവറൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വീണ്ടും ജിമ്മിലൊക്കെ പോയി തുടങ്ങി. ജിമ്മിൽ എനിക്ക് മനസ്സിലാവും ഒരാഴ്ച പോകാതെ വീണ്ടും ചെല്ലുമ്പോൾ നല്ല ശരീരം വേദനയാകുന്നു. അത് ഫസ്റ്റ് നമ്മൾ പോയി തുടങ്ങുമ്പോൾ ഒരു ശരീരം വേദന ഉണ്ടല്ലോ, അതുകൂട്ട് തന്നെ ശരീരം വേദന ഉണ്ടായിരുന്നു. കുറച്ച് പ്ലാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. എൻ്റെ എറണാകുളത്ത് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കൂട്ടുകാരെ കാണാൻ പോകണമെന്ന്. എനിക്ക് ആ പ്ലാൻ മിസ്സായി. എൻ്റെ ശ്വാസം മുട്ടൽ കാരണം അതിൻ്റെ മെയ് മാസത്തിലെ ഒരു ബിഗ്ഗസ്റ്റ് റിഗ്രറ്റാണ്. ഞാൻ എൻ്റെ ഹെൽത്ത് കുറച്ചുകൂടെ പ്രയോറിറ്റൈസ് ചെയ്തിരുന്നെങ്കിൽ, അതായത് ഒന്നും വരുത്തി വയ്ക്കാതിരുന്നിരുന്നെങ്കിൽ എനിക്ക് ചിലപ്പോൾ അവരുടെ പോകാൻ പറ്റിയേനെ. ഐ മിസ് യു ഗൈസ്. പിന്നെ ഞാൻ റെസ്റ്റല്ല, ജിമ്മിൽ പോകുക, വീട്ടിൽ വരിക, ജിമ്മിൽ പോകുക, വീട്ടിൽ വരിക, ഇതൊക്കെ തന്നെയായിരുന്നു. ഞാൻ അങ്ങനെ തന്നെ അങ്ങ് പോയി. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മളൊന്ന് എറണാകുളത്ത് പോയി, ജസ്റ്റ് ഷോപ്പിങ്ങും അങ്ങനെ അല്ലറച്ചില്ലാത്ത കാര്യങ്ങളൊക്കെ ആയിട്ട്. അതിനൊക്കെ മാത്രമേ ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുള്ളൂ. ഈ സമ്മറിൽ നിങ്ങൾ ഓർക്കും അവളൊന്നും ചെയ്തിട്ടില്ല, അവള് ഇതിന് മാത്രമൊക്കെ ഉണ്ടോ ഇതെന്ന്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് വാസ് എ ഗ്രേറ്റ് സമ്മർ. കാരണം ഐ സ്റ്റാർട്ടഡ് ടു ലവ് മൈ സെൽഫ്. എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒത്തിരി ടൈം സ്പെൻഡ് ചെയ്തു. വെറുതെ ഇരിക്കുന്നതിൽ ഭയങ്കര രസമുണ്ട്. ഐ ഷുഡ് ഡെഫിനറ്റ്ലി ട്രൈ ദാറ്റ്. അതിനിടയ്ക്കും സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം എൻ്റെ 2 റിസൾട്ടുകൾ വന്നു. ആ റിസൾട്ട് വരുന്നവരെ എനിക്ക് ചെറുതായിട്ട് ടെൻഷൻ ഉണ്ടായിരുന്നു. എനിവേ അതൊക്കെ മാറി. ഇപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എന്താ പറയുക, ഈ സമ്മറിൽ ഉള്ള ചെയ്ത കാര്യങ്ങളൊന്നും ഞാൻ അങ്ങനെ റിഗ്രറ്റ് ചെയ്യുന്നില്ല. എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള സമ്മറായിരുന്നു. സംഭവ ബഹുലമായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധികമല്ല. കാരണം എൻ്റെ +1 കഴിഞ്ഞിട്ടുണ്ടായിരുന്ന സമ്മർ സംഭവ ബഹുലങ്ങളായിരുന്നു. ആ ടൈമിൽ ഞാൻ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായതിനെ കണ്ടന്റ് ഇടാൻ മാത്രം ഉണ്ടായിരുന്നു ആ സമ്മർ. അത്രയ്ക്ക് അത് വെച്ച് നോക്കുമ്പോൾ സംഭവ ബഹുലം അല്ലായിരുന്നു. പക്ഷെ ദിസ് സമ്മർ വാസ് അടിപൊളി. എനിക്കെന്താ പറയുക, ഈ സമ്മർ ഇങ്ങനെ സ്പെൻഡ് ചെയ്തില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ റിഗ്രറ്റ് ചെയ്തേനെ. ഒരിക്കലും ആ സമ്മർ ഞാൻ വെറുതെ ഇരുന്നു, ഞാൻ ഒന്നും ചെയ്തില്ല എന്ന് ഞാൻ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യാൻ പറ്റും.
ഇങ്ങനൊരു സമയം നമുക്ക് എല്ലാവർക്കും വേണം, വെറുതെ ഇരിക്കണം. അപ്പം നിങ്ങളും എല്ലാവരും തന്നെ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പം ഒരു മാസം പറ്റുവാണെങ്കിൽ ഒരു 2 ആഴ്ചയെങ്കിലും ഇതുപോലെ വെറുതെ ഇരുന്ന് നോക്കുക. ഒന്നും ചെയ്യണ്ട, വെറുതെ ഇരിക്കുക. ഞാൻ ഒന്നും ചെയ്തില്ല, വെറുതെ അടിപൊളിയാണ്. അപ്പം നിങ്ങളുടെയൊക്കെ സമ്മർ എങ്ങനെയായിരുന്നു അന്ന് ഡീറ്റെയിൽ കമൻ്റ് ആണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. 2 ഇമോജിനെക്കാട്ടും എനിക്ക് കൂടുതൽ മീനായിട്ടുള്ളത് 2 സെൻറ്റൻസിന് അല്ലെങ്കിൽ 2 പാരഗ്രാഫ് ആണെങ്കിൽ നിങ്ങൾ എഴുതിക്കും, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. സോ എല്ലാവരും തന്നെ നിങ്ങളുടെ സമ്മർ കാണുന്ന എല്ലാവരും തന്നെ, എത്ര വ്യൂ ആണെങ്കിലും കാണുന്ന എല്ലാവരും തന്നെ, എൻ്റെ വരെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും തന്നെ സമ്മർ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് താഴത്ത് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ്.